ഹലോ ഓൾ. ഇന്ന് നമ്മൾ PSCയിലെ തന്നെ 2021 ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റത്തെ തെക്കേ അറ്റവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30. 3.0. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണം, ട്രയാങ്കിൾ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഗംഗ. അപ്പോൾ ഉൾപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? താപ്തി, സിന്ധു, പെരിയാർ. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ താപ്തി, സിന്ധു, പെരിയാർ. ഉൾപ്പെടാത്തത് ഗംഗ. മൂത്തോൻ സംവിധാനം ചെയ്തത് ആരാണ്? ഗീതു മോഹൻദാസ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളി. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഒരു വെർജീനിയൻ വെയിൽക്കാലം. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ജലസമാധി. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാർ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാർ. ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉച്ചലിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ടൈഗർ സ്റ്റേറ്റ് ഈസ് മധ്യപ്രദേശ്. ഓക്കെ. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്ര. ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഭാരത് മാത് ചൗക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചലസ്. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദിയാണ്. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യതലവൻ ആര്? ഡൊണാൾഡ് ട്രംപ്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. നീല കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബംഗാളാണ്. ബീഹാറല്ല, ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ച പദവി? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാജേ സക്കീർ ഗിരി. ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായിട്ടുള്ള വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1993 ഒക്ടോബർ 12 കേട്ടോ. ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരം ഉള്ളത് ആർക്ക്? കേന്ദ്ര സർക്കാരിന്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ 1858. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്?
വാറൻ ഹേസ്റ്റിങ്സ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങൾ. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് ഡാഷ് ആണ്. മൗലിക അവകാശമാണോ? അല്ല. മൗലിക സ്വാതന്ത്ര്യമാണോ? അല്ല. നിയമം മൂലം നിർബന്ധിതമായ കടമയാണോ? അല്ല. ഓക്കെ. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 15, അനുച്ഛേദം 15. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. മാസ്റ്റർ വീവർ സിസ്റ്റം, കൈത്തറി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചി. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ? മുതിരപ്പുഴ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? 1972, 1972. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? 744. തിരുമംഗലം കൊല്ലം. തിരുമംഗലം ടു കൊല്ലം 744. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? 1697. 1697. 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല? അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ? കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 77. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77. നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് താലൂക്സ് ഇൻ കേരള. താലൂക്സ് കേരള 78 ആയിട്ട് കേട്ടോ. ഇപ്പം പ്രസന്റ്ലി 78 താലൂക്കുകളായിട്ട് മാറിയിട്ടുണ്ട്. The administrative divisions below the district are taluks. Okay. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? 40 സെന്റിമീറ്റർ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം? തട്ടേക്കാട്. അക്കമ്മ ചെറിയാന്റെ ജനനം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? വെങ്ങാനൂർ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ് ആണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം? സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എക്സെൻട്രിക് ആണ്. എക്സെൻട്രിക്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം? സെറിബെല്ലം. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം? ആമസോൺ മഴക്കാടുകൾ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം? K, വൈറ്റമിൻ K.
താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതല ബലം കുറയും. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതല ബലം കുറയും. മെൻഡലീയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. ആരോഹണം മീൻസ് ആരോഹണം ആൻഡ് അവരോഹണം. ആരോഹണം എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആണ്. ആറ്റോമിക മാസ് ഇൻക്രീസ് ചെയ്യുന്ന ക്രമത്തിലാണ് മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? എർഗ് ആണ്. എർഗ്. ഉരുളൽ ഘർഷണം നിരങ്ങൾ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൾ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ആണ് പിണ്ഡം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ 8.2 മിനിറ്റ് സമയം മതിയാകും. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ. 1.72ന്റെ പകുതിയോട് 0.42 രണ്ടിന്റെ 1/3 കൂട്ടിയാലുള്ള തുക. ഓക്കെ. 617 പ്ലസ് 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017 ഈസ് ഈക്വൽ ടു 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? താഴെ പറയുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? 3/4 വലുതും 9/4 ചെറുതുമായ ഭിന്നസംഖ്യ. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം. ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ. 20% കൂട്ടി വിലയിട്ടു. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട്? 2, 3, 5, 7 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? 2 = 0, 3 = 3, 4 = 6, 5 = 9. എന്നാൽ 7 = എത്ര? പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും ഡിവിഷൻ വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ എത്ര? ഓക്കെ. 32 × 43 = 23, 34. 34ഉം 47 × 67 = 74, 76ഉം ആയാൽ 13 × 72 എന്തായിരിക്കും? ഡാഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ക്യാൻസൽ എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ സൃഷ്ടിക്കാൻ കഴിയുന്ന വാക്കുകൾ ഏതൊക്കെയാ? നെഗ്ലക്റ്റ്, ജെന്റിൽ, ഇൻസൈറ്റ്. എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല. എക്സാമിനേഷൻ ആക്ഷനുമായി ബന്ധമില്ല. എക്സാമിനേഷൻ നേഷനുമായി ബന്ധമുണ്ട്. എക്സാമിനേഷൻ എക്സാമുമായിട്ട് ബന്ധമുണ്ട്. എക്സാമിനേഷൻ എക്സിറ്റുമായിട്ട് ബന്ധമുണ്ട്. എക്സിറ്റ്. ഓക്കെ. ഇവിടെ സി ഇല്ലല്ലോ, അതുകൊണ്ടാണ് എക്സിറ്റ്. AEXIT. ഓക്കെ. അച്ഛന്റെയും മകന്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2. 10 വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകന്റെ പ്രായം എന്ത്? 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിന്റെ സ്ഥാനം എത്ര? താഴെ പറയുന്നവയിൽ വ്യത്യസ്തനാര്? ടെർലിൻ. ബാക്കിയുള്ളതൊക്കെ ഓഡ് വൺ ഔട്ട്. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ കോമൺ ആണ്. പരുത്തി, കമ്പിളി, പട്ട്. ഓഡ് വൺ ഔട്ട് ടെർലിൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ പദം ഏത്? ബാറ്ററി. അപ്പൊ ബാക്കിയോ? ടോർച്ച്, ഫോണ്, റേഡിയോ. ഓക്കെ. ഇതിന്റെ ഉള്ളിലിടുന്ന കാര്യങ്ങളാണല്ലോ ബാറ്ററി. ഓക്കെ. സോ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ബൈ.